തക്കാളിയുടെ സ്കിന്ന് കണ്ട ഇതുപോലെ നീ ചൂടാറി കഴിയുമ്പോൾ ഒന്ന് കട്ടിയാവും. ഭയങ്കര ഭംഗിയുണ്ട് അതിങ്ങനെ. അതെ, നമ്മുടെ ഈ ഗേറ്റിനൊരു പണിയുണ്ട് കേട്ടാ. ഇപ്പൊ നമുക്ക് വഴിയൊക്കെ വന്നപ്പോഴത്തേക്ക് ആ നടുക്കളത്തെ പോർഷൻ പുതിയത് വന്നതാ. പണിക്കാര് വന്നിട്ടില്ല ഇതുവരെ, പെയിന്റ് അടിക്കണം അങ്ങനെയൊന്നും വന്നിട്ടില്ല. ഇനി മഴ കഴിയുമ്പോഴായിരിക്കും വരണത്. അപ്പൊ ഞാൻ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ലച്ച് പോണ വരെയുള്ള ഒരു വീഡിയോ എടുക്കാന്നാണ് ഞാൻ വിചാരിച്ചിരിക്കുന്നത്. അപ്പൊ ഒരു മോർണിംഗ് റൊട്ടീൻ എങ്ങനെയാണെന്നുള്ളത്. അപ്പൊ നമുക്ക് വീഡിയോയിലേക്ക് പോയാലോ. കൊതുക് എന്തോരം അല്ലേ. അപ്പൊ ഞാനിന്ന് വിചാരിച്ചേക്കുന്നത് ലച്ചുവിന് ചോറും രസവും പൊട്ടറ്റോ ഫ്രൈയും ഉണ്ടാക്കി കൊടുക്കാന്നാണ് കേട്ടാ. കാരണം ഇന്നലെ വീട്ടിലൊക്കെ പോയി വന്നപ്പോഴത്തേക്ക് ഒരു പ്ലാനിങ് ഉണ്ടായില്ല എന്താണ് കൊടുക്കണം. അപ്പൊ പെട്ടെന്നാണ് ആലോചിച്ചത് രസം ആദ്യമായിട്ടാണ് ലച്ചു സ്കൂളിൽ കൊണ്ടുപോകണം. അപ്പൊ വേഗം വീഡിയോയിലേക്ക് പോവാം. അപ്പൊ അതേ അരി കഴുകി വെച്ച് ഞാൻ കുക്കറിലാണ് കേട്ടാ ചോറുണ്ടാക്കുക. പെട്ടെന്ന് തന്നെ ആകും. അപ്പൊ പിന്നെ ഇനി പണിക്കാരും ഉണ്ട്, പെയിന്റ് പണി കിടക്കുകയാണ് നമ്മുടെ. അപ്പൊ പണിക്കാര് രാവിലെ വരും. അപ്പൊ ചോറൊക്കെ വെച്ച് കഴിഞ്ഞാൽ കുറച്ച് പണി കഴിഞ്ഞല്ല. അപ്പം രാവിലെ നല്ല തിരക്കായിരിക്കും എല്ലാവർക്കും എന്നറിയാം. സ്കൂളിൽ പോകണ തിരക്ക് ഭയങ്കര തിരക്കാണ്. പക്ഷെ ഞാൻ ഓർത്ത് എന്തായാലും ഒരു വീഡിയോ എടുക്കാം. എന്നാലും ഞാൻ ലച്ചു പോണ ഒരു വീഡിയോ എടുത്തിട്ട് അതിൽ കുറച്ച് വീഡിയോ നമുക്ക് ഇടാൻ പറ്റിയില്ല, കുറച്ച് ഇഷ്യൂസൊക്കെ വന്ന്. അപ്പൊ ഞാൻ ഓർത്ത് ഇന്ന് എടുക്കാം. ഞാൻ കത്തിയില്ലേ. അപ്പൊ എല്ലാവർക്കും ഗുഡ് മോർണിംഗ് ട്ടാ. ഒരു തക്കാളി മതിയാവും. ഇത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഈ രസം ഉണ്ടാക്കാൻ വേണ്ടി പോണത്. ആദ്യമൊക്കെ ഞാൻ എൻ്റെ അമ്മയുടെ റെസിപ്പിയുള്ള രസം തന്നെയായിരുന്നു. ഞാനോർത്ത് ഇന്ന് യൂട്യൂബിൽ കണ്ട തക്കാളിയൊക്കെ ഇട്ടിട്ടുള്ള ഒരു രസമാണ് ഞാനിപ്പോൾ ഉണ്ടാക്കാൻ വേണ്ടി. അങ്ങനെ 3 പ്രാവശ്യമൊക്കെ ഞാൻ ഉണ്ടാക്കിയിട്ടാ. എനിക്ക് മല്ലിയില ഉണ്ടെങ്കിലാണ് ഈ രസമൊക്കെ ഉണ്ടാക്കാനായിട്ടൊരു ഉഷാറ് വരുള്ളൂ. ക്യുക്കായിട്ട് ഉണ്ടാക്കാം. പിന്നെ നമുക്ക് പൊട്ടറ്റോ ഫ്രൈയും കൂടെ ചെയ്യാം. ഞാൻ ഇന്നലെ വീട്ടിൽ നിന്ന് പച്ചക്കറിയൊന്നും മേടിച്ചിട്ടുണ്ടായില്ല. അമ്മയുടെ അടുത്ത് ഞാൻ 2 തക്കാളി, ഉരുളക്കിഴങ്ങും ഒരു വെളുത്തുള്ളിയുടെ അതൊക്കെ എടുത്തിട്ട് പോന്നു. ഇന്ന് മേടിക്കണം കേട്ടോ നമുക്ക് സാധനങ്ങളൊക്കെ. ഇതാവട്ടെ, നമുക്ക് കുറച്ച് പുളി വെള്ളത്തിലിട്ട് വയ്ക്കാം. കുറച്ച് മതി, അതവിടെ ഇരിക്കട്ടെ. നമ്മുടെ അതേ ചോറ് തിളച്ചിട്ടാ. ചോറിൽ വേഗം ഇട്ടില്ലെങ്കിലേ തുറക്കാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ ചൂടാറണം, അല്ലെങ്കിൽ ലഞ്ച് ബോക്സ് ചിലപ്പോൾ ചൂടോടുകൂടി അടച്ചു വെച്ചാൽ ക്ലാസ്സിൽ ചെന്ന് കഴിയുമ്പോഴത്തേക്കും തുറക്കാൻ ബുദ്ധിമുട്ടാവും. ലക്ഷ്മി രസം കൊടുത്തു വിടുന്ന എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 2 പ്രാവശ്യം ഉണ്ടാക്കി. ഇപ്പോഴും അവൾക്ക് വലിയ ഇഷ്ടപ്പെട്ടിട്ടാ. അപ്പൊ ഞാൻ ഓർത്തന്ന, അല്ലെങ്കിൽ മോരാണ്, എന്നും മോരല്ലെങ്കിൽ തൈര് അവൾക്ക് നിർബന്ധമാണ്. അപ്പൊ ഇപ്പം മഴയൊക്കെ അല്ലേ, നമുക്ക് എപ്പോഴും തൈരും മോരൊക്കെ കൊടുത്താലേ അസുഖങ്ങളൊക്കെ വരും, തണുപ്പല്ലേ. 5 മിനിറ്റ് മതി കേട്ടോ നമുക്ക് ഈ രസമൊക്കെ ഉണ്ടാക്കിയെടുക്കാനായിട്ട്. ഓക്കെ, തക്കാളിയുടെ തൊലി നമുക്ക് ഇതാക്കാനാണ് കേട്ടോ നമ്മള് എല്ലാം എടുത്ത് കളയാം. അപ്പൊ അതേ തക്കാളിയുടെ സ്കിന്ന് കണ്ട ഇതുപോലെ റിമൂവ് ആയിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് ഇപ്പൊ ഞാൻ ഇങ്ങനെ തിളപ്പിച്ചത്. എല്ലാവർക്കും അറിയാം, എന്നാലും ഞാനൊന്ന് ജസ്റ്റ് പറഞ്ഞോളൂ. കുറച്ച് വെക്കാട്ടോ, കൈ കൊള്ളും. ഓഫ് ചെയ്യാം.
ഇതുപോലെ പീലായിട്ട് വന്ന് നമുക്കിനി ഇതൊന്നിങ്ങനെ ഉടച്ചെടുക്കാം. ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇത് ആറി കഴിയുമ്പോഴത്തേക്ക് ഇങ്ങനെ കൈവച്ച് തന്നെ ഇങ്ങനെ പീച്ചെടുക്കണേന്ന് ചെയ്യണത്. എനിക്ക് സമയമില്ല ഇപ്പൊ. കുറച്ച് പഴുപ്പ് കുറവാ തക്കാളിക്ക്, അപ്പം ഇങ്ങനെ കുത്തിയിട്ട് ഇതാവണില്ല. പയ്യൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അധികം അരച്ചില്ല കേട്ടാ. ഞാൻ കുറച്ച് മഞ്ഞപ്പൊടി ഇട്ട് കൊടുക്കാം. അയ്യോ, മഞ്ഞപ്പൊടി, ഉപ്പ് ഇത്ര മതി. പിന്നെ നമ്മുടെ പുളി, നമ്മൾ തോലോടുകൂടിയാണ് കേട്ടോ വെളുത്തുള്ളി ഇടേണ്ടത്. വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് ഉണക്കമുളക് ഇല്ല, അപ്പം ഞാൻ ക്രഷ്ഡ് ചില്ലി കുറച്ച് വെച്ച് കൊണ്ടുപോകണമെന്നല്ലേ. അതുപോലെ മുഴുവനുള്ള പെപ്പർ തന്നെയാണ് ഇട്ട് കൊടുക്കേണ്ടത്. എൻ്റെ അടുത്ത് ഇല്ല, അപ്പം അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി കുറച്ച് ജീരകം, നമുക്കിത് ക്രഷ് ചെയ്യാം. പൊട്ടറ്റോ ഭയങ്കര നൈസായിട്ട് അരിയണം കേട്ടോ, എന്നാലാണ് ആ ടേസ്റ്റും പെട്ടെന്ന് തന്നെ വെന്തതായിട്ട് വരുള്ളൂ. രാവിലെ ഇൻ ടൈമിലേ എനിക്ക് ഒരു തുമ്മൽ, ഒരു അലർജി പോലെ, അതാണ്, ജലദോഷമല്ല, ഇങ്ങനെ അത് എന്നിട്ട് കുറച്ച് കഴിയുമ്പോൾ മാറും. ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇടയ്ക്ക്. പിന്നെ ഇന്ന് അവൾ പോയി കഴിയുമ്പോൾ ഞാൻ വിചാരിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് ബീഫ് ഇരിപ്പുണ്ട്, അത് ഉണ്ടാക്കണം. അമ്മ എനിക്ക് അയില തന്നിട്ടിട്ടുണ്ട്, അപ്പം അത് ഉണ്ടാക്കാം. മുളക് ചാറ് ഞാൻ വാളംപുളി ഇട്ടിട്ടാണ് ഉണ്ടാക്കുക. അപ്പം അതും ഉണ്ടാക്കാനാണ് ഇന്ന് എൻ്റെ പ്ലാൻ. ലച്ചു പോയി കഴിഞ്ഞാൽ ലച്ചുവിന് പിന്നെ നോൺ വെജ് ഒന്നും സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് പറ്റൂലല്ലോ, അല്ലെങ്കിൽ നമുക്ക് രാവിലെയൊക്കെ അതൊക്കെ ആക്കായിരുന്നു. മാറ്റി വയ്ക്കാം. ലച്ചുവിന് ഭയങ്കര ഇഷ്ടമുണ്ടോ മല്ലിയില. ഇത് നമ്മൾ ഇത്രയും മല്ലിയില എടുത്തിട്ടുണ്ട്. ഉപ്പില്ല, ഉപ്പിച്ചിട്ട് വേണമായിരുന്നു, ഉപ്പിട്ടിട്ടില്ല. ഇതൊന്നും നോക്കിയില്ല, അത്യാവശ്യം എല്ലാം ആയിട്ടുണ്ട്. അപ്പം നമുക്ക് രസത്തിലേക്ക് ഇനി മറ്റേ നമ്മൾ അരച്ചു വെച്ച് അതൊക്കെ ഇട്ടിട്ടൊന്ന് മൂപ്പിച്ചിട്ട് ഇതിലേക്ക് ഒഴിക്കാട്ടോ. അങ്ങനെയാണ് ഞാൻ ചെയ്യണത്. പിന്നെ ഇതിൽ മറ്റേ ഉലുവപ്പൊടി ഉണ്ടെങ്കിൽ ഇടാം, അത് അടിപൊളിയായിരിക്കും. എൻ്റെ അടുത്തില്ല. ഉലുവല്ല, കായപ്പൊടി, മാറിപ്പോയി. ഇങ്ങനെ ഇടുമ്പോൾ തന്നെ നല്ല മണം വരും കേട്ടോ, നമുക്ക് നല്ല വാസനയായിരിക്കും. നമുക്കിനി നമുക്ക് കാണാൻ വേണ്ടിയിട്ട് ഇതിലേക്ക് ഇവിടെ വയ്ക്കാം. ഇതിലോട്ട് ഒഴിക്കാം. ഇപ്പൊ ഇവിടെ രസം റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് നന്നായിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. നമുക്ക് കുറച്ച് ഉപ്പും മഞ്ഞപ്പൊടിയും കുറച്ച് മുളക് പൊടിയും ഒക്കെ മിക്സ് ചെയ്ത് വെക്കാം. ഇനി ലച്ചുവിന് ഉപ്പുമാവ് ഉണ്ടാക്കണം കേട്ടോ. ഇതെന്താ ഇവിടെ മാറിയിരിക്കട്ടെ. ഉപ്പുമാവ് ഉണ്ടാക്കൂട്ടപ്പ. ഉപ്പുമാവ് ഉണ്ടാക്കാൻ വേണ്ടി പോവാ. ഉപ്പുമാവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ പൊടിയായിട്ടുള്ള ഉപ്പുമാവായിട്ടല്ല ലച്ചുവിന് ഇഷ്ടം. ഈ നല്ല കട്ടയിട്ടിരിക്കണം, കുറച്ച് വെള്ളം അധികം വേണം. അപ്പം അങ്ങനെ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. സമയം നോക്കണം, സമയം ആവണുള്ളൂ.
നമ്മുടെ കുക്കർ ഇതുവരെ വിസിൽ വന്നിട്ടില്ല, വരാറായിട്ടുണ്ട്. 10 മിനിറ്റിനുള്ളിൽ ഒരു വിസിൽ വരും കേട്ടോ, അത് ഉറപ്പാണ്. പപ്പടം വറക്കണം. നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയാണ് ഉപ്പുമാവിന് എപ്പോഴും എനിക്കിഷ്ടം കേട്ടോ. അത്യാവശ്യം കടുക് ഇട്ട് കൊടുക്കണം. പക്ഷെ ലച്ചുവിന് ഈ പറഞ്ഞ പോലെ കടുക് ഇഷ്ടമല്ല. അങ്ങനെ നിങ്ങളുടെ പിള്ളേർക്കൊക്കെ കടുക് ഇഷ്ടമല്ലാത്തവരുണ്ടോ? ഒരിത്തിരി റവ ഇടും കേട്ടോ ഞാൻ, അല്ലെങ്കിൽ വെള്ളം ഒഴിക്കുമ്പോൾ പൊട്ടിത്തെറിക്കും. എടാ ചോറ് റെഡിയായി. ഇനി നമുക്ക് ഉപ്പുമാവ് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് പപ്പടം വറക്കണം. അത് കഴിഞ്ഞിട്ട് ഫ്രഞ്ച് ഫ്രൈസ് ഉണ്ടാക്കണം. അപ്പോഴത്തേക്ക് ലച്ചുനും വിളിക്കാൻ സമയമാവും. ഉപ്പുണ്ടാകാൻ കേട്ടോ, പൊടിക്കും കൂടി ഇടാം. തിളക്കട്ടെ, ഇതൊക്കെ മാറ്റാം. വെള്ളം തിളച്ചു, നമുക്ക് റവ ഇട്ട് കൊടുക്കാം. കൊതുക് ഉണ്ട് കേട്ടാ. കൊള്ളൂല. സേതന്നെ അവിടെ ഫുട്ബോൾ കണ്ടോണ്ടിരിക്കുക. എന്താ ചിരിക്കണേ? അപ്പൊ നമ്മുടെ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട്. ഇതിങ്ങനെ ഇരിക്കും കേട്ടോ, ഒരു കുഴ. നീ ചൂടാറിക്കഴിയുമ്പോൾ ഒന്ന് കട്ടിയാവും. ഇതാണ് ഇഷ്ടം. നമുക്ക് പപ്പടം വറക്കണം. അതുപോലെ തന്നെ ഫ്രഞ്ച് ഫ്രൈസും റെഡിയാക്കണം. പപ്പടം സ്കൂളിൽ കൊണ്ടുപോകാനല്ല കേട്ടോ, പപ്പടം നമുക്ക് ഇപ്പം ലച്ചുന്ന് കഴിക്കാനാണ്. പിന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമുക്ക് വറക്കാം. ഞാൻ ആദ്യം ലച്ചുവിൻ്റെ അങ്ങോട്ട് സ്കൂളിൽ പോകാനുള്ളതേ പെട്ടെന്ന് അങ്ങോട്ട് റെഡിയാക്കും. ഇന്ന് ഞാൻ കൂടുതൽ വ്ളോഗിൽ ലച്ചു എന്ന് തന്നെ പറയണത്. കാരണം ഇന്ന് ലച്ചുവിനുള്ള എന്താണ് ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചൊക്കെ പ്രിപ്പയർ ചെയ്യുന്ന വീഡിയോ ആയതുകൊണ്ടാണ് കേട്ടാ. ആളിനെ പിന്നെ അവളെ പോയി വിളിച്ചാലേ വേഗം എണീറ്റോളൂ കേട്ടാ. 5 മിനിറ്റ് എന്നൊക്കെ പറയും, പക്ഷെ പെട്ടെന്ന് എണീറ്റോളും. എണീപ്പിക്കാൻ എനിക്ക് വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ല. ഭയങ്കരമായിട്ട് ചൂടെടുക്കണം. ഇന്ന് വെയിലായാ മതിയായിരുന്നു. ഓക്കെ, നമുക്ക് ഇനി ഫ്രഞ്ച് ഫ്രൈസും കൂടെ ഒന്ന് റെഡിയാക്കി എടുക്കാം. എവിടെ പോയി കാണാനില്ലല്ലോ. ഇത് അന്വേഷിച്ച് കിടക്കണേ. ഇപ്പം ഇവിടെ തന്നെ വെക്കാം അല്ലേ, ഇപ്പുറത്ത് വെക്കാം, പെട്ടെന്ന് റെഡിയാവും. കൂടുതൽ ചൂട് ചിലപ്പോൾ ഈ ലൈറ്റൊക്കെ വെച്ചിട്ടായിരിക്കും. ഭയങ്കര ചൂടെടുക്കണം എനിക്ക്. തിങ്കളാഴ്ച എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു മടിയുള്ള ദിവസമാണല്ലേ, എനിക്കും അതെ. ശരിക്കും പറഞ്ഞാൽ ഞാനിന്നൊരു വീഡിയോ എടുക്കണമെന്ന് ഒട്ടും വിചാരിച്ചിട്ടില്ല കേട്ടോ. ഞാൻ രാവിലെ എണീറ്റ് ബ്രഷ് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിൽ വിചാരിച്ചത് അതൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. കാരണം കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഇതുപോലെ ഒരു വീഡിയോ ലച്ചുവിനെ സ്കൂളിലൊക്കെ പറഞ്ഞു വിടണതും കുക്കിംഗ് ഒക്കെ ചെയ്തിട്ടത് നമ്മുടെ ഞാൻ പറഞ്ഞേ മിസ്സായി, കുറച്ച് എറർ വന്നിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ അത് എന്തെങ്കിലും ഒന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു. പക്ഷെ അത് ഇന്നാണെന്ന് ഞാൻ ഒട്ടും വിചാരിച്ചിട്ടില്ല. ചില ദിവസങ്ങളിൽ അങ്ങനെയാണ് കേട്ടോ, നമ്മൾ വീഡിയോ ഒട്ടും പ്ലാൻ ചെയ്യാതെ ചില വീഡിയോ എടുക്കും. അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും കേട്ടോ. പ്ലാൻ ചെയ്ത് കൊടുക്കും, പക്ഷെ പ്ലാൻ ചെയ്തപ്പെട്ട് തന്നെ നമ്മുടെ മനസ്സിൽ ഭയങ്കര ഒരു ഇന്ന് ചെയ്യാം. അതുപോലെയാണ് എനിക്ക് ഇന്ന് രാവിലെ എണീറ്റപ്പം വന്നത്, ബ്രഷ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ. ചെയ്തിട്ടാണെങ്കിൽ ഫുട്ബോളും കണ്ടോണ്ടിരിക്കുക. അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ ക്യാമറയൊക്കെ ഒന്ന് സെറ്റ് ചെയ്തൊക്കെ തരുമല്ലോ, അല്ലെങ്കിൽ ചെയ്തതിനും കുറച്ച് ലേറ്റ് ആയിട്ടല്ലേ എണീക്കുക. പിന്നെ എല്ലാം നമ്മുടെ നോക്കുമ്പോൾ എല്ലാം ക്ലിയർ ആണ്, ഇന്ന് തന്നെ ചെയ്യാം എന്ന് വിചാരിച്ചു. പപ്പടയിലേക്ക് ഇടാം.
സ്കൂളിൽ വേണമെങ്കിൽ കൊടുത്ത് വിടാം, പിന്നെ എത്ര പാത്രം കൊണ്ടുപോകും. ഈ ഫ്രഞ്ച് ഫ്രൈസ് എന്ന് പറയുമ്പോ ഇത് ഒരു കറക്റ്റ് ഫ്രഞ്ച് ഫ്രൈസ് അല്ലല്ലോ, ഇത് പൊട്ടറ്റോ നമ്മൾ ഫ്രൈ ചെയ്തെടുക്കണം. ഇത് ലച്ചിന് ഭയങ്കര ഇഷ്ടമുണ്ട് ഇത് ക്ലാസ്സിൽ കൊണ്ടുപോകാനായിട്ട്. ഭയങ്കര വണ്ണത്തിൽ അരിഞ്ഞാലേ ആ ഒരു ഇത് കിട്ടില്ല. തിന്നായിട്ട് അരിയുമ്പോ പെട്ടെന്ന് കുക്കാവുകയും ചെയ്യും, നല്ല ടേസ്റ്റും ആയിരിക്കും. ഓഫ് ചെയ്യാട്ടോ. അതായി നമ്മുടെ കണ്ട, പെട്ടെന്നായി. കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. ലച്ചുവിനെ വിളിക്കാൻ സമയമായി. എനിക്ക് ഇത്തിരി ചൂടുവെള്ളം, നേരെ ചൂടുവെള്ളം ഞാൻ രാവിലെ ഇങ്ങനെ കുടിക്കും കേട്ടോ. ക്ലാസ് ഉള്ളപ്പോൾ അതൊക്കെ നടക്കും, എന്താ പറയുക, ക്ലാസ് ഇല്ലാത്തപ്പോൾ ഒന്നും നടക്കലില്ല. അപ്പം ലേറ്റായിട്ട് എണീക്കും, മറന്നു പോവും, അങ്ങനെയൊക്കെ. ഭയങ്കര തിളപ്പിക്കില്ല, നമുക്ക് കുടിക്കാൻ പറ്റിയൊരു ചൂട്. അതാണ് എൻ്റെ സ്റ്റാർട്ടിങ് കേട്ടോ. അപ്പം ലച്ചുവിനെ വിളിച്ച് കുറച്ച് ഞാൻ റൂമിൽ ഇങ്ങനെ ഇരിക്കും. സത്യത്തിൽ ഞാനിപ്പോൾ ഫ്രഞ്ച് ഫ്രൈസ് ഞാൻ അവളെ വിളിച്ചു കഴിഞ്ഞിട്ടാണ് ഉണ്ടാക്കാറ്. അപ്പം ഞാൻ ഇനിയിപ്പം സെറ്റ് ചെയ്യേണ്ടതല്ല. അല്ലെങ്കിൽ ഞാനൊരു 7-10 ആവുമ്പോഴാണ് ഫ്രഞ്ച് ഫ്രൈസ് സോട്ട് ചെയ്യുള്ളൂ. ബാക്കിയൊക്കെ ഞാൻ വേഗം ഉണ്ടാക്കും കേട്ടോ. എനിക്ക് ഗുഡ് മോർണിംഗ്. ഇത്തിരി ലേറ്റ് ആയിട്ടാ, കുറച്ച്. നമ്മൾ ബ്രഷ് എടുത്ത് വെക്കാം. ബാത്റൂമിന്റെ ലൈറ്റ് ഇട്ടേരി പൊന്ന. എനിക്കടി പല്ല് വെച്ചിട്ട് വാ. നല്ല സുഖം ചൂടുവെള്ളം കുടിക്കുമ്പോ. അപ്പം നീ ലഞ്ച് പാക്ക് ചെയ്യുമ്പോ കാണാട്ടാ. ഇതൊക്കെ ഒന്ന് മടക്കി വെച്ചേക്കാം. ഫുട്ബോൾ കാണുന്ന സേതുവേട്ടനും മണ്ടാല ആർട്ട് പഠിക്കുന്ന ലക്ഷ്മി പ്രമോദും. എടി അച്ഛൻ പറയണ നീ ഒന്ന് കേക്ക്. അപ്പൊ അല്ലേ, കോമ്പറ്റീഷൻ ഉണ്ട് കേട്ടോ അവൾക്ക്. ശരി, സ്ഥലം തന്നെ ഒരു കുഞ്ഞാൾക്ക് ഇരിക്കാത്തൊരു സ്ഥലം തന്നാ. ലൈറ്റ് ആയിട്ടിട്ട്. ഇതാണ് കേട്ടോ പുതിയ മണ്ടാല ആർട്ടിന്റെ എന്താണ് ടൂൾസ്. സ്കൂളിൽ അവൾക്ക് കോമ്പറ്റീഷൻ ഉണ്ട്. ഇതിന്റെ ഇത് കൊടുക്കാറുണ്ട്. ഇതെന്താല്ലേ, ഞാൻ കാണിച്ചു തരാം നിങ്ങക്ക്. അമ്മേ, ഇത് ആമസോണിൽ നിന്നാണ് കേട്ടോ നമ്മൾ മേടിച്ചേക്കണത്. എന്നെ കാണാൻ പറ്റുന്നുണ്ടോ നോക്കട്ടെ അതെ. ഇപ്പൊ തരാം. അപ്പൊ ഇതാണ് കേട്ടോ മണ്ടാല ആർട്ടിന്റെ ടൂൾസ്. എനിക്കറിയൊന്നുമില്ലായിരുന്നു, ലച്ചു പറഞ്ഞിട്ടാണ്. ലച്ചുവിന് സ്കൂളിൽ ഒരു കോമ്പറ്റീഷൻ ഉണ്ട്. നമ്മളിത് ആമസോണിൽ നിന്നാണ് കേട്ടോ. ഭയങ്കര രസമായിട്ട് ഇത് കാണാനായിട്ട്. ഇത് മണ്ടാല ആർട്ടിനും പറ്റും, പിന്നെ എന്താ ലച്ചു, നെയിൽ ആർട്സിനൊക്കെ പറ്റും. നല്ല സൂപ്പറാണ് കേട്ടാ, നല്ല രസമാണ്. ഇതിന്റെ കുറെ ഉണ്ട് കേട്ടാ, സൈസ് വ്യത്യാസമുണ്ട്. ഞാൻ ആദ്യം കാണിച്ചത് ഭയങ്കര വലുത്, ഇത് അതിന്റെ തൊട്ട് താഴെയുള്ളത്, പിന്നെ ഇത് ഏറ്റവും ചെറുത്, പിന്നെ ഏറ്റവും ചെറുതുള്ളത് എന്താ ഞാൻ കണ്ടിട്ടുണ്ടായില്ല കേട്ടാ. നല്ല രസം, ഏറ്റവും രസം
ആണോ? അയ്യോ ഇതെന്താണ്? അച്ചടാ. ഓ ഇതൊക്കെ ഉണ്ട് കേട്ടോ, ഞാനിത് കണ്ടിട്ടേ ഉണ്ടായില്ല. ഞാൻ ആ വലുത് മാത്രം നോട്ടീസ് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ദാ ഇങ്ങനത്തെ ഒരു തരാ. ഇത് സെയിം ആണോ? ഇത് രണ്ട് നീഡില് പോലെ വന്നിട്ടുണ്ട്, ഇങ്ങനെ വല്ല പെയിന്റ് ഒക്കെ ചെയ്യാനും അല്ലെ? ഇതായിരിക്കും കറക്റ്റ്. നമുക്കൊന്ന് നെയിലാട്ട് ചെയ്ത് നോക്കാട്ടെ ഇത് വെച്ചിട്ട്. നല്ല രസമുണ്ട്. ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് പ്രൊഡക്റ്റ് ഇവിടെ ടാഗ് ചെയ്ത് കൊടുക്കാം കേട്ടോ. ആ വലുത് അവൾ എടുത്തു. ഭയങ്കര രസമാണ് ആ ഗ്രീൻ കാണാൻ. ഭയങ്കര ഭംഗിയാണ് കേട്ടോ അതിങ്ങനെ ഇങ്ങനെ കാണിക്കാനായിട്ട്. അതിങ്ങനെ ഇളകണ പോലെ തോന്നുന്നു, ഇങ്ങനെ തിരിഞ്ഞു പോണ പോലെ. എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഇതാണ്. ഏറ്റവും വലുതും നല്ല ഗ്രീൻ കളറുമാണ് കേട്ടോ. അപ്പൊ ലച്ചു ഇപ്പൊ അതാണ് ഇവിടെ ചെയ്തോണ്ടിരിക്കുന്നത്. എന്നാ മോനെ കോമ്പറ്റീഷൻ? ഇല്ല, പെയിന്റ് പണി നടക്കണോണ്ടാണ് കേട്ടോ. ആകെ ഇതായി കിടക്കുകയാണ്. ഡൈനിങ് ടേബിൾ എല്ലാം നമ്മൾ കവർ ചെയ്ത് അങ്ങനെ ഇട്ടേക്കാണ്. അപ്പൊ ഇന്നും കൂടി കഴിഞ്ഞ പണി തീരുന്ന ഞങ്ങൾ വിചാരിക്കുന്നു. അപ്പൊ അതാണ് കേട്ടോ ഇവിടെ ഇങ്ങനെയൊക്കെ കിടക്കണത്. അപ്പൊ നമുക്ക് വേഗം പാക്ക് ചെയ്യാം. ഫ്രഞ്ച് ഫ്രൈസ് ആദ്യം പാക്ക് ചെയ്യാം. ഓ അപ്പൊ തന്നെ ക്യാമറമാൻ വന്നു. അടച്ചു വെക്കാം. ചോറ് ഞാൻ ചൂടാറിയിട്ടാണ് കേട്ടോ ഇതിലേക്ക് വെക്കാൻ വേണ്ടി പോണത്, അല്ലെങ്കിൽ ശരിയാവൂല. ഞങ്ങൾക്ക് രസം കുറച്ച് വെക്കാം. കാരണം അവൾക്ക് ഇത്തിരി ചാറ് എന്തേലും മതിയല്ല, അത് വലിയ ഓവറായിട്ട് വേണ്ട കേട്ടോ. മല്ലിയില കുറച്ചിട്ട് കൊടുക്കാം. ഓക്കെ, ഇത്രയും മതി രസം. നമുക്ക് സ്നാക്സ് വെച്ച് കൊടുക്കാം. ബിസ്ക്കറ്റാണ് കേട്ടോ വെക്കുന്നത്. ടൈഗറിന്റെ എന്താ കോക്കനട്ടിന്റെ ലച്ചുന് ഇഷ്ടമായത്, അത് വെക്കാം. ഞാൻ ഹൈഡ് ആൻഡ് സീക്കും വെച്ച് കൊടുക്കുന്നുണ്ട് 3 ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണമെങ്കിൽ ഷെയർ ചെയ്യാലോ. അപ്പൊ ഇത് റെഡി ആയിട്ടുണ്ട്. ഞാൻ എന്തേ വെള്ളവും ആക്കിയിട്ടുണ്ട് കേട്ടോ. ജീരക വെള്ളമാണ് കേട്ടോ ലച്ചുവിന് കൊടുത്തു വിടാറ്. കുറെ ജീരകം ഇടില്ല, ലൈറ്റ് ആയിട്ട്. അപ്പൊ ഇനി നമുക്ക് എന്താണ് ആക്കാനുള്ളത്? ചോറ് ഞാനിപ്പോ വാർത്തിട്ടുള്ളൂ. കുറച്ച് ലച്ചുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോഴാണ് ഞാൻ ഇതിലേക്ക് വെക്കാൻ വേണ്ടി പോണത്. അപ്പൊ കാണിച്ചു തരാം. അപ്പൊ ഇതാണ് കേട്ടോ ലച്ചുവിന്റെ ബ്രേക്ക്ഫാസ്റ്റ്. ഞാൻ പറഞ്ഞില്ലേ, കട്ടിയായിട്ടുള്ള ഉപ്പുമാവ്, പപ്പടം, ചെറുപയർ. അപ്പൊ അത് അവൾക്ക് കൊടുക്കട്ടെ കേട്ടാ. കാണാൻ പറ്റണ്ട? അയ്യോ കാണാൻ പറ്റുന്നുണ്ട്. നമുക്കിനി ആ ചോറും കൂടെ ആക്കി കൊടുക്കാം കേട്ടാ. കുറച്ച് ചോറേട്ടാ കഴിക്കുള്ളൂ. ഇത് നാറണം, അല്ലെങ്കിലേ ക്ലാസ്സിലെത്തുമ്പോൾ ഇത് തുറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. കറി വെച്ച് കൊടുക്കാം. അടയ്ക്കാം. ഞാൻ നല്ല ക്ലിപ്പ് ചെയ്യുന്നില്ല, ഇതൊന്ന് ചൂടാറട്ടെ. അപ്പൊ അതേ ലച്ചുവിന്റെ ലഞ്ച് ബോക്സ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടാ. ചെറിയൊരു ക്യുക്കായിട്ടുള്ള ഒരു ലഞ്ച് ബോക്സ്. ഇനി കുളിക്കാനൊക്കെ പറയട്ടെ. കണ്ണ് ഇത് തന്നെ പെർഫ്യൂം എടുക്കാം. പൊട്ടെടുക്കട്ടെ. ആദ്യം അടച്ചു വെക്കണ്ട, പുതിയതല്ലേ ഇത്. അയ്യോ ഇപ്പൊ താഴെ പോയാല് ഇത് അത്ര അടക്കണ്ടാട്ട പൊന്ന. ആദ്യത്തേൽ അത്ര ഇത് വേണ്ട. പെർഫ്യൂം ഇത്തിരി അടിച്ചു. ഇനി അമ്മ എല്ലാം എടുത്തു വെക്കട്ടെ. കൊച്ചിന്റെ ഐഡന്റിറ്റി, ടാഗ്. ടവല് കവറിലാക്കി വെച്ചില്ലെങ്കിലേ. ഒന്ന്
പൊയ്ക്കോ. ആ ലഞ്ച് ടവല് വെച്ചില്ല, അതാണ് അടുത്തതും പറഞ്ഞത്. വെള്ളം എടുത്തിട്ടെ. എന്താ ഞങ്ങള് മുടി കെട്ടണ വീഡിയോ മറന്നുപോയി ഓണാക്കി. ഓ എന്ത് വെയിറ്റ് ഈ ബാഗിന്. പൊയ്ക്കോ ചെയ്തിട്ട് എന്നാ മതി, വന്നിട്ട് വേണം ഇനി. ടി വി എടുത്ത് വെക്കണ്ട പണിക്കാര് വരുമ്പത്തേക്കും. പാല് ഇന്നലെ അമ്മ ഒരെണ്ണം തന്നിട്ടുണ്ട്. ബാ. ഓ മോന് ഇത്തിരി ബുക്ക് അവിടെ വെച്ചൂടേടാ. എന്ത് കാര്യത്തിന്റെ ചെയ്തിട്ട് ഗൈഡും കൊണ്ടുപോകുന്നുണ്ട്. അത് പൊട്ടിപ്പോവായിട്ട് ഇങ്ങനെ ഇടിച്ചു കഴിഞ്ഞാ. ആ ഷൂറാക്കിലാണ് ഇട്ടിട്ട് അങ്ങനെ. ചെയ്തിട്ട് എന്റെ വണ്ടി ഒന്ന് കഴുകി തന്നോട്ടെ ചെയ്തട്ടാ. ഭയങ്കര അഴുക്കായിട്ടുണ്ട് അതിന്റെ ഇടയിലൊക്കെ, കണ്ടിട്ട് സങ്കടം വരിക. ബൈ. കോട്ട് വേണമായിരുന്നോ ചെയ്തന്നെ? ഇവിടെ അങ്ങനെ അവള് പോയി.